നമസ്കാരം, ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK കെയർ ഹോമുകൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് വിലക്ക്. UKയിൽ കെയർ ഹോമുകൾക്ക് വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ പ്രഖ്യാപിച്ച പ്രകാരം ഈ വർഷം മുതൽ കെയർ ഹോമുകൾ UKയിലെ ബ്രിട്ടീഷ് പൗരന്മാരെയോ ഇവിടെ താമസിക്കുന്ന വിദേശികളെയോ മാത്രം ജോലിക്കെടുക്കണം. നെറ്റ് മൈഗ്രേഷൻ ഗണ്യമായി കുറയ്ക്കാനുള്ള ലേബർ സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണിത്. 2024 ജൂണിൽ 7,28,000 ആയിരുന്ന നെറ്റ് മൈഗ്രേഷൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ 3,40,000 കുറയ്ക്കാനാണ് ലക്ഷ്യം. കെയർ സെക്ടറിൽ ഫെയർ പേ കരാർ നടപ്പാക്കി ശമ്പളം വർദ്ധിപ്പിക്കും. വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന വിസ 50,000 കുറയ്ക്കുമെന്നാണ് കണക്ക്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിദേശികളെ നാടുകടത്താനും തൊഴിൽ നിയമം ലംഘിക്കുന്ന തൊഴിലുടമകളുടെ വിസ സ്പോൺസർ ലൈസൻസ് റദ്ദാക്കാനും പദ്ധതിയുണ്ട്. തൊഴിലന്വേഷണത്തിന് വിദേശ ബിരുദധാരികൾക്ക് ബിരുദ നിലവാരമുള്ള ജോലി ആവശ്യമാണ്. ഈ നടപടികൾ റിഫോം UKയുടെ വളർച്ച തടയാനും ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള ശ്രമമാണ്. UK ക്രൂയിസ് കപ്പലിലെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വ്യക്തി അറസ്റ്റിൽ. UKയിലെ MSC വിർച്വസ ക്രൂയിസ് കപ്പലിൽ 60 വയസ്സുള്ള ജെയിംസ് മെസ്ഷാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. മെയ് 3 ബ്രിട്ടീഷ് വാട്ടേഴ്സിൽ ബെൽജിയത്തിലേക്കുള്ള യാത്രാമധ്യേ ഒരു സംഘർഷത്തിനിടെ മെസ്ഷാം മരിച്ചു. 57 വയസ്സുള്ള എക്സെറ്റർ സ്വദേശിയെ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. ഇപ്പോൾ 56 വയസ്സുള്ള ലണ്ടൻ സ്വദേശിയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഹാംഷെയർ പോലീസ് കൂടുതൽ വിവരങ്ങൾക്കായി കപ്പലിലുണ്ടായിരുന്നവരോട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. മെസ്ഷാംസ് വാൾ ഓഫ് ഡെത്ത് എന്ന ഷോയുടെ ഓപ്പറേറ്ററായിരുന്നു. മികച്ച ഷോമാനായിരുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്നാൽ അന്വേഷണം തുടരുകയാണ്. മെസ്ഷാമിന്റെ മരണം യാത്രക്കാർക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. IT പ്രശ്നം മൂലം സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ നീണ്ട ക്യൂകൾ. ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ IT പ്രശ്നം മൂലം വൻ തിരക്കും കാലതാമസവും അനുഭവപ്പെട്ടു. മെയ് 11 ഞായറാഴ്ച രാവിലെ 6:20 വിമാനത്താവളം Xൽ പോസ്റ്റ് ചെയ്ത പ്രകാരം ചെക്ക് ഇൻ, ബാഗേജ്, സുരക്ഷാ പരിശോധന തുടങ്ങിയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു. പ്രശ്നം പരിഹരിച്ചെങ്കിലും വിമാനങ്ങൾക്ക് കാലതാമസം നേരിട്ടു. ഒരു യാത്രക്കാരി ചെൽസ്മോഡ് സ്വദേശിനി രാവിലെ 4:45 എത്തിയെങ്കിലും മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തുനിന്ന് ഗ്രീസിലേക്കുള്ള വിമാനം നഷ്ടപ്പെട്ടു. യാത്രക്കാർക്ക് വിമാനത്താവളത്തിന് പുറത്തുവരെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. വിമാനത്താവളം 10:41 അപ്ഡേറ്റ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളും പുനഃസ്ഥാപിക്കാൻ എഞ്ചിനീയർമാർ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. യാത്രക്കാർക്ക് എയർലൈനുകളുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകി. ഈ സംഭവം യാത്രക്കാർക്ക് വലിയ അസൗകര്യമുണ്ടാക്കി, പ്രത്യേകിച്ച് അവധിക്കാല യാത്രാ സീസണിൽ. UKയിൽ കാണാതായ മലയാളി വിദ്യാർത്ഥിയെ കണ്ടെത്തി. UKയിൽ MBA പഠനത്തിനെത്തി കാണാതായ തൃശൂർ ചാലക്കുടി സ്വദേശി സൗരവ് സന്തോഷിനെ ലണ്ടനിലെ മലയാളി സമൂഹം കണ്ടെത്തി. 2021 ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനെത്തിയ സൗരവ് 2025 ഫെബ്രുവരി മുതൽ മാതാപിതാക്കളുമായി ബന്ധപ്പെടാതിരുന്നു. പോസ്റ്റ് സ്റ്റഡി വിസ കാലാവധി അവസാനിച്ചതോടെ മലയാളി സാമൂഹിക പ്രവർത്തകർ അന്വേഷണം തുടങ്ങി. അനീഷ് എബ്രഹാം ഏപ്രിൽ 25 സൗരവിൻ്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈസ്റ്റ് ഹാം കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ അനസ് സലീം നേതൃത്വം നൽകി. 60 പേര് ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. മെയ് 8 സ്റ്റഫോർഡിലെ ഒരു മോളിൽ സൗരവിനെ കണ്ടെത്തിയതായി അനീഷിന് വിവരം ലഭിക്കുകയും ഉടൻ തന്നെ അനസും കൂട്ടരും മോളിലേക്ക് പുറപ്പെടുകയും അവിടെ സൗരവിനെ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. പാസ്പോർട്ട് നഷ്ടപ്പെട്ടെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലോടെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സഹായത്താൽ സൗരവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മലയാളി സമൂഹത്തിന്റെ ഐക്യവും പിന്തുണയുമാണ് സൗരവിന്റെ മടക്കത്തിന് കാരണമാകുന്നത്. സ്വിമ്മിംഗ് പൂളിൽ വീണ് 2 വയസ്സുകാരന് ദാരുണാന്ത്യം. അയർലൻഡിലെ മലയാളി ദമ്പതികളുടെ 2 വയസ്സുകാരൻ ജോർജ് സ്കറിയ നീന്തൽക്കുളത്തിൽ വീണ് മരിച്ചു. പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശികളായ ലിജോ കെ ജോയിയുടെയും ലീന ഉമ്മൻ്റെയും ഇളയ മകനാണ് ജോർജ്. മെയ് 10 രാവിലെ 10 മണിയോടെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീടിനോട് ചേർന്ന സ്വിമ്മിംഗ് പൂളിൽ വീണാണ് അപകടമുണ്ടായത്. ഉടൻ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏപ്രിൽ 21 ജോർജിൻ്റെ മാമോദീസ, വീടിൻ്റെ ഗൃഹപ്രവേശനം, പള്ളിപ്പെരുന്നാൾ എന്നിവയ്ക്കായി കുടുംബം അയർലൻഡിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നത്. മെയ് 19 മടങ്ങാനിരിക്കെയാണ് ദുരന്തം. ജോർജിൻ്റെ സംസ്കാരം മെയ് 11 ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനം അനുശോചനം രേഖപ്പെടുത്തി.
BBC വേൾഡ് സർവീസിന് ബജറ്റ് വെട്ടിക്കുറവ് നേരിടുന്നു. BBC വേൾഡ് സർവീസിന് 7 കോടി പൗണ്ട് വരെ ബജറ്റ് കുറവ് നേരിടാൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ആവശ്യപ്പെട്ടു. കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച വിദേശ സഹായ ബജറ്റ് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായാണ് ഈ നീക്കം. 32 കോടി ആളുകളിലേക്ക് എത്തുന്ന BBC വേൾഡ് സർവീസിന്റെ 80% ഫണ്ട് വിദേശ സഹായത്തിൽ നിന്നാണ്. ബജറ്റ് 2% കുറയ്ക്കുകയോ പഴയ നിലയിൽ നിലനിർത്തുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. എന്നാൽ ആഗോള പണപ്പെരുപ്പം 4.3% ആയതിനാൽ ഇത് ഗുരുതരമായ കുറവുണ്ടാക്കും. BBC ഡയറക്ടർ ജനറൽ ടിം ഡേവി 400 മില്യൺ പൗണ്ടിന്റെ പൂർണ്ണ ഫണ്ടിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. കുറവ് UK ആഗോള പ്രതിച്ഛായയെ ബാധിക്കുമെന്നും റഷ്യ, ചൈന എന്നിവയുടെ പ്രചാരണങ്ങൾക്ക് വഴിവെക്കുമെന്നും വിമർശനമുയർന്നു. എമിലി തോൺബറി ഈ സോഫ്റ്റ് പവർ സേവനം വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലേബർ പാർട്ടിയുടെ ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾ. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ UK പ്രവാസി സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തും. വിദേശ തൊഴിലാളികളോടൊപ്പം വരുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ A1, A2, B2 ലെവലുകൾ നിർബന്ധമാക്കും. കെയർ ഹോമുകൾക്ക് വിദേശ റിക്രൂട്ട്മെന്റ് നിരോധിക്കുകയും തൊഴിലുടമകളോട് UK തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. വിദേശ തൊഴിലാളികൾക്ക് 5 വർഷത്തിന് പകരം 10 വർഷം കഴിഞ്ഞ് സ്ഥിര താമസത്തിന് അപേക്ഷിക്കാനാകൂ. റിഫോം UK തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനാണ് ഈ നടപടികൾ. വിദേശ കുറ്റവാളികളെ വേഗത്തിൽ നാടുകടത്താനും പുതിയ നിയമങ്ങൾ അനുവദിക്കും. എന്നാൽ കെയർ ഇംഗ്ലണ്ട് ഇത് ക്രൂരതയാണെന്ന് വിമർശിച്ചു. കാരണം കെയർ സെക്ടർ പ്രതിസന്ധിയിലാണ്. ഈ നയങ്ങൾ ലേബർ പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു. സമരഭീഷണിയുമായി NHSലെ നഴ്സുമാർ. UK NHS നഴ്സുമാർ 25% ശമ്പള നഷ്ടം നികത്താൻ വലിയ ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരഭീഷണി മുഴക്കുന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ജനറൽ സെക്രട്ടറി നിക്കോള റേഞ്ചർ 2010 മുതൽ ശമ്പളം യഥാർത്ഥ മൂല്യത്തിൽ 25% കുറഞ്ഞതായി പറയുന്നു. സർക്കാർ നൽകിയ 2.8% ശമ്പള വർധന അപര്യാപ്തമാണെന്ന് വിമർശിച്ച അവർ ജൂനിയർ ഡോക്ടർമാരുടെ സമരവിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നഴ്സുമാർക്ക് അംഗീകരിക്കാനാവില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. 2022-23 നഴ്സുമാർ 8 ദിവസം സമരം ചെയ്തിരുന്നു. NHSന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ശമ്പള വർധന അഫോർഡബിൾ ആയിരിക്കണമെന്ന് NHS എംപ്ലോയേഴ്സ് ആവശ്യപ്പെടുന്നു. നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റും റിട്ടൻഷനും മെച്ചപ്പെടുത്താൻ ശമ്പള വർധന അനിവാര്യമാണെന്ന് റേഞ്ചർ വാദിക്കുന്നു. സർക്കാർ നഴ്സുമാരെ വിലമതിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും പുതിയ ശമ്പള തീരുമാനം വൈകുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും കനത്ത മഴ മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിന്റെ തെക്കൻ കൗണ്ടികളിലും വെയിൽസിന്റെ മിക്ക ഭാഗങ്ങളിലും മെറ്റ് ഓഫീസ് യെല്ലോ മിന്നൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. തിങ്കളാഴ്ച ഉച്ച മുതൽ രാത്രി 10 വരെ 1-2 മണിക്കൂറിനുള്ളിൽ 40 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കാം. ഇത് മെയ് മാസത്തെ ശരാശരി മഴയുടെ പകുതിയിലധികമാണ്. വെള്ളപ്പൊക്കം, വൈദ്യുതി തടസ്സം, ഗതാഗത പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഞായറാഴ്ച റീഡിംഗ്, ബ്രിസ്റ്റോൾ മേഖലകളിൽ മഴ തുടങ്ങി. തിങ്കളാഴ്ച കനത്ത മിന്നലോടെ മഴ ശക്തമാകുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ അയർലൻഡ്, വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ട്, തെക്കൻ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഴ്ച മുതൽ കാലാവസ്ഥ സ്ഥിരത കൈവരിക്കുമെന്നും വടക്കൻ അയർലൻഡും സ്കോട്ട്ലൻഡും വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങൾ കാണുമെന്നും മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.